തെണ്ടൽ രാജ 2025 പട്ടം കുറുവാസനം ജോസഫ് കൊണ്ടുപോയി മക്കളെ. സഭകൾ എന്ന പേരിൽ നടത്തുന്ന ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിലെ കപടതകളും ചൂഷണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ വിശ്വാസി സമൂഹത്തിന്റെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് ITV ന്യൂസ് കഴിഞ്ഞ മാസം നടത്തിയ തെണ്ടൽ രാജ 2025 പട്ടത്തിനായുള്ള വാശിയേറിയ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇന്ന്. ആരാകും ആ പട്ടം കൊണ്ടുപോവുക? ആരാകും? പൗരോഹിത്യ സഭകളിലെയും പ്രൊട്ടസ്റ്റന്റ് സഭകളിലെയും ദ്രവ്യാഗ്രഹികളായ അത്യാഗ്രഹം മൂത്ത ദ്രവ്യദാസന്മാരുടെ വീഡിയോകളാണ് വിശ്വാസി സമൂഹം ഈ മത്സരത്തിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളുടെ പക്കൽ നിന്നും പണമിരക്കുന്ന രസകരമായ വീഡിയോകൾ കണ്ട് പൊതുസമൂഹം പോലും ഞെട്ടിപ്പോയി മൂക്കത്ത് കൈവച്ചു. ഇതൊക്കെ കണ്ടിട്ടും ഇവന്മാർ ശാസ്ത്രീയമായി പറ്റിക്കുകയാണെന്ന ബോധം പോലുമില്ലാതെ ഇവന്മാർ ആവശ്യപ്പെടുന്ന പണം വാരിക്കോരി കൊടുക്കുന്ന അടിമകളായ വിശ്വാസികളെ ITV ന്യൂസ് മുണ്ണക്കുഞ്ഞാടുകൾ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പൊതുസമൂഹം പ്രതികരണത്തിലൂടെ അഭിപ്രായപ്പെട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറിയത് നമ്മുടെ കുപ്രസിദ്ധ കുറുവാസനം എന്ന പൈശാചിക കേന്ദ്രത്തിന്റെ മുതലാളി കുറുവാസനം ജോസഫ് ആയിരുന്നു. ക്രിസ്തുവിനെ മാത്രമല്ല ക്രിസ്തുവിൻ്റെ അമ്മയെ വരെ വിറ്റ് കാശാക്കുന്നതിലെ ജോസഫിൻ്റെ ആ മിടുക്ക് കണക്കിലെടുത്താണ് ജൂറി ജോസഫിനെ ഇത്തവണ പരിഗണിച്ചത്. ദൈവമാതാവെന്ന് മുണ്ണവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കുറുവാസനം മാമിയെ സ്വന്തമായി ഉണ്ടാക്കുകയും അതിനെ ഒരു നീലസാരി ഉടുപ്പിക്കുകയും തനിക്ക് കുറുവാസനം കുഞ്ഞമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് ബടായി അടിച്ച് നാട്ടിലുള്ള സകല ആർത്തി പിടിച്ച പെണ്ണുങ്ങളെയും തൻ്റെ ആലപ്പുഴയിലുള്ള പൈശാചിക കേന്ദ്രത്തിൽ എത്തിക്കുകയും അവരെ ശാസ്ത്രീയമായി കറക്കുകയാണ് എന്ന തോന്നലുളവാക്കാതെ ഒറ്റയടിക്ക് വലിയ തുകകൾ കബളിപ്പിച്ചെടുക്കാതെ ഘട്ടം ഘട്ടമായി ചെറിയ ചെറിയ തുകകൾ, ഉപ്പ്, എണ്ണ, ലോക്കറ്റ്, പല കളറുകളിലുള്ള മെഴുകുതിരികൾ, ഉടമ്പടി, പത്രം, അവൻ്റെ കുഞ്ഞമ്മയുടെ അച്ചാറ് എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞ് തുട്ടടിച്ചു മാറ്റുവാനുള്ള കഴിവിനെ കണക്കിലെടുത്താണ് സുപ്രസിദ്ധ പിച്ചക്കാരൻ പിച്ചസെൽവൻ അധ്യക്ഷനായുള്ള ജൂറി കുറുവാസനം ജോസഫിനെ ഇത്തവണ തെണ്ടൽ രാജ 2025 പട്ടത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിലെ ഓരോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡുകളിലും ഓരോ കത്തോലിക്ക പള്ളി ഉണ്ടെന്നിരിക്കെ കൊടികെട്ടിയ തീവട്ടിക്കൊള്ളക്കാരന്മാരായ വരാലു തോമയെ പോലെയുള്ള അനാഥകളെ വരെ വലിപ്പിക്കുന്ന വിഷം മുറ്റിയ വിഷപ്പന്മാരും ഒക്കെ ഉണ്ടെന്നിരിക്കെ അവന്മാർക്കാർക്കും സാധിക്കാതെ കച്ചവടം സ്ഥിരമായി ഉണ്ടാക്കിയെടുക്കുവാനുള്ള കുറുവാസനം ജോസഫിൻ്റെ ആ മുടിഞ്ഞ കഴിവും ജൂറി പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. രണ്ടെണ്ണം വിട്ടിട്ട് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരവും ഡൈ അടിച്ച് നിറം മാറ്റിയ ആ താടിയും മുടിയും തിമിരം കൊണ്ട് കാഴ്ച കുറഞ്ഞത് പരിഹരിക്കുവാൻ വെച്ച ആ സോഡാക്കുപ്പി പോലെയുള്ള ആ വലിയ കണ്ണടയും കോയമ്പത്തൂരിൽ ആരുമറിയാതെ തിമിര ശസ്ത്രക്രിയയ്ക്ക് പോയ ആ മുതൽ യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നയിക്കുന്നതിലെ ആ തൊലിക്കട്ടിയും ജൂറി പ്രത്യേകം പരിഗണിക്കുകയുണ്ടായി. പ്രകാരം കിട്ടുന്ന പണം റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിലും ബാർ ഹോട്ടൽ വ്യവസായത്തിലും ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുവാനുള്ള ആ കരുതലും ജൂറി പരിഗണിക്കുകയുണ്ടായി. അങ്ങനെയാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഒലക്കേപ്പാപ്പനെ കവച്ചു വെച്ച് കുറുവാസനം ജോസഫ് തെണ്ടൽ രാജ 2025 പട്ടം തട്ടിയെടുത്തത്. ഒന്നാം സ്ഥാനത്തെത്തുന്ന മിടുക്കന്മാർക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന ബമ്പർ സമ്മാനം അടിമാലി മറിയച്ചേർത്തിയുടെ കറുത്ത കറിച്ചട്ടിയായിരുന്നു. ആ ചട്ടി തങ്ങളുടെ പൂച്ചാണ്ടുകൾക്ക് കിട്ടണം എന്ന വാശിയോടെ വിശ്വാസികൾ മത്സരിച്ച് വീഡിയോകൾ ITV ന്യൂസിലേക്ക് അയച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അവരോട് പറയുവാനുള്ളത് പണ്ട് ജെസി ഓവൻസ് പറഞ്ഞ ആ മഹത്വചനമാണ്. ഗപ്പടിച്ചത് ചുമന്നുകൊണ്ട് പോവുക എന്നതല്ല പ്രധാനം, പിന്നെയോ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ്. എന്തായാലും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒന്നാം സമ്മാനാർഹമായ കുറുവാസനം ജോസഫിന് ഞങ്ങൾ ആ ചട്ടി എത്രയും വേഗം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നറിയിക്കുന്നു. അതുപോലെ കുറുവാസനം ജോസഫിൻ്റെ കുഞ്ഞമ്മയ്ക്ക് അത്ഭുതശക്തി ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്കുള്ളിൽ ഉടമ്പടിയെടുത്ത് ഞങ്ങളുടെ ചാനൽ പൂട്ടിക്കുവാനും ഞങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. എന്തുകൊണ്ടിത് സാധിച്ചില്ല എന്ന് വിശ്വാസികൾ സ്വയം ആലോചിക്കുക, തീരുമാനിക്കുക. ഈ മാസത്തെ അടിപൊളിയൊരു മത്സരം നാളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ തെണ്ടൽ രാജ 2025 പട്ടം കരസ്ഥമാക്കിയ കുറുവാസനം ജോസഫിനും അതിന് കാരണഭൂതയായ കുറുവാസനം ജോസഫിൻ്റെ കുറുവാസനം കുഞ്ഞമ്മയ്ക്കും അഭിനന്ദനങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.